ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സീബ്ര കേക്ക്, മാർബിൾ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാൻ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. ഇത് നമ്മളൊരു 3 തവണയെങ്കിലും അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ എങ്കിലും മാത്രമേ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദാമാവും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊരു 3 തവണയെങ്കിലും അരിച്ച് വെക്കണം. ഇപ്പോൾ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 3 തവണ അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ വേറൊരു കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും തന്നെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രങ്ങളായിരിക്കണം. അപ്പോൾ ഇനി ഈ മിക്സിയുടെ കപ്പിലേക്ക് ഞാൻ 3 മുട്ട ഒന്ന് ഉടച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ 3 മുട്ടയും നമ്മൾ മിക്സിയുടെ കപ്പിലേക്ക് ഉടച്ചൊഴിച്ചു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ വാനില എസൻസും ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മുട്ട പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും അതുപോലെ ഓയിലും വാനില എസൻസും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ബാറ്റർ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലും ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. 2-3 തവണയായിട്ട് ചേർത്തിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ പതിയെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് സ്പീഡിലൊന്നും ചെയ്തെടുക്കരുത്. ഞാനിപ്പോൾ ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അളന്നെടുത്തിരിക്കുന്നത് ഒരു മെഷറിംഗ് കപ്പിലാണ്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ മെഷറിംഗ് കപ്പിന് പകരം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താലും മതി. നമ്മൾ ആ ഗ്ലാസിൻ്റെ അതേ അളവിന് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും എടുക്കണമെന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ 1 ഗ്ലാസ് മൈദാമാവ് എടുക്കുമ്പോൾ 1/4 ഗ്ലാസ് പഞ്ചസാര എടുക്കുക. അതേ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് നമ്മൾ ഓയിലും കൂടി എടുക്കുക. പിന്നെ നമ്മൾ വീട്ടിലുള്ള ഒരു സ്പൂൺ എടുത്താൽ മതി. ആ സ്പൂണിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. പിന്നെ നമ്മൾ വാനില എസൻസും അതേ സ്പൂണിൽ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 2-3 തവണയായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചിലയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്പാച്ചിലയ്ക്ക് പകരം നമ്മുടെ വീട്ടിലൊക്കെ നോൺ സ്റ്റിക്ക് പാത്രത്തിന് നമ്മൾ തടി കൊണ്ടുള്ള തവിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തടി കൊണ്ടുള്ള തവി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൽ നിന്നും പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിൽ നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ബാറ്ററിൽ പകുതി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൊക്കോ പൗഡറും ചേർത്തിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യമേ കൊക്കോ പൗഡറും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ എപ്പോഴും മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അതും നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കൊക്കോ പൗഡറും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാലും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളതായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ പാകത്തിനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ നമ്മൾ വാനില കേക്കിനും അതുപോലെ ചോക്ലേറ്റ് കേക്കിനുമുള്ള ബാറ്റർ റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ ഈ വാനില കേക്കിലുള്ള ബാറ്ററിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനേഗറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനേഗറും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ വിനേഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബാറ്റർ നമ്മൾ ഒരേ സൈഡിലേക്ക് തന്നെ ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ബാറ്റർ ഉള്ളത്. അപ്പോൾ ഇനി ഈ കേക്ക് മിക്സ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കേക്ക് ടീനിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ആദ്യമേ ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു മിക്സാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സ് ആ കേക്ക് ടീൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ അളവിൽ തന്നെ 1 സ്പൂൺ വാനില കേക്കിൻ്റെ ആ ഒരു മിക്സും കൂടി ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സിൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതിന് മുകളിലേക്ക് വീണ്ടും ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ വാനില കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ബാറ്റർ തീരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ നമ്മുടെ ഈ ബാറ്റർ പകുതി ആകുമ്പോഴേക്കും നമ്മൾ ആദ്യമേ ഇപ്പോൾ 1 സ്പൂൺ വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1/2 സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ബാറ്റർ ഫുള്ള് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ഫ്ലവർ പോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു സ്ക്യൂർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്യൂർ നമ്മൾ ഓരോ തവണയും ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ തവണയും ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1-2 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് നമ്മൾ നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഒരു 1/2 hour ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്ക്യൂർ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ക്യൂർ കൊണ്ട് ഒന്ന് കുത്തി നോക്കുന്നത്. ഇപ്പോൾ സ്ക്യൂറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. കേക്ക് ബേക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്യൂറിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചിയുമാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് മിക്സി. അപ്പോൾ ആ ഒരു മിക്സിയിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്